ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ജിയൂൺ സിയയെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷേ സിയയ്ക്ക് പകരം അവിടെ നാരിയാ ഉള്ളത്. നീ എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പം സിയയെ കാണാനായിട്ട് വന്നതാണെന്ന് നാരി കള്ളം പറയും. ജിയൂൺ നാരിയോട് കളഞ്ഞുപോയ ഫോൺ നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ അവിടെ എല്ലാം നോക്കും. പക്ഷെ അത് കാണുന്നില്ല. നീ ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട് ജിയൂൺ നാരിയുടെ ഫോൺ വാങ്ങും. വീഡിയോ കണ്ട ജിയൂൺ അവനെ അടിക്കുന്നതിന് മുമ്പ് സിയ കരയുന്നത് വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു നോക്കുന്നത് നാരിക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. എത്ര കണ്ടിട്ടും ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് നാരി ജിയൂന്റെ കയ്യിൽ നിന്ന് അവളുടെ ഫോൺ വാങ്ങും. സിറ്റിയിലേക്ക് വന്ന സിയയ്ക്ക് സംഘത്തിനും ഗിരിഗോ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവരാദ്യം പോകുന്നത് ഹാജുവിന്റെ വീട്ടിലേക്കാണ്. ഹിയൂങ്ങിന്റെ ലാപ്ടോപ്പ് കേടായോണ്ട് ഹാജുവിനെയാണ് അതവൻ നന്നാക്കാനായിട്ട് ഏൽപ്പിച്ചത്. എന്നാൽ അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഹാജുൻ പുതിയൊരു ലാപ്ടോപ്പ് തന്നെ വാങ്ങിയിട്ട് ഡേറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഗിരിഗോ ആപ്പ് അവന് കിട്ടിയിരിക്കുന്നത് ഡിസ്കോഡ് ഗ്രൂപ്പിൽ നിന്നാണ് ഹാജുവിന് മനസ്സിലാവും. ഡിസ്കോഡ് എന്ന് വെച്ചാൽ ഡിസ്കോ കളിക്കുന്ന സ്ഥലമാണോ എന്ന് ബംഗോളി ചോദിക്കുമ്പം നസീർ മരിച്ചത് അറിഞ്ഞായിരുന്നു എന്ന് ഹാജുൻ തിരിച്ചു ചോദിക്കും. പക്ഷേ ഹിയൂങ്ങിന്റെ ഡിസ്കോഡിൽ നിന്നും അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോഴാണ് ഹിയൂങ്ങിനെ അവന്റെ ഒരു ഫ്രണ്ട് ഡിസ്കോഡ് വഴി വിളിക്കുന്നത്. ഹിയൂങ്ങിന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലായിരുന്നു. അവനോട് ആരോ ഹിയൂങ് മരിച്ചെന്ന് പറഞ്ഞിട്ട് അതുള്ളതാണെന്ന് അറിയാനാണ് ഇവൻ ഹിയൂങ്ങിനെ വിളിക്കുന്നത്. പക്ഷെ സിയ പറഞ്ഞിട്ട് ഹാജുൻ കോളും മ്യൂട്ട് ചെയ്തിട്ട് ഹിയൂങ് ആണെന്ന രീതിയിൽ മെസ്സേജ് അയക്കും. സംസാരിക്കാൻ പറ്റത്തില്ല, അരമണിക്കൂറിനകം നേരിട്ട് കണ്ടാലോ എന്ന് ഹാജുൻ ചോദിക്കുമ്പോൾ കൂട്ടുകാരനും അത് സമ്മതിക്കും. എവിടെ കാണുമെന്ന് ചോദിച്ചിട്ട് കോഫി ഷോപ്പിൽ കാണാവോ എന്ന് ഹാജുൻ പറയുമ്പം കൂട്ടുകാരൻ അത് സമ്മതിക്കത്തില്ല. പകരം സ്ഥിരം കാണുന്ന സ്ഥലത്ത് കാണാമെന്നും പണ്ട് അവൻ കോള് കട്ടാക്കും. സ്ഥിരം ഇവരെവിടെ വെച്ചാൽ കണ്ടോണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഹാജുൻ ഹിയൂങ് സ്ഥിരം പോകുന്ന ലൊക്കേഷനുകൾ കണ്ടുപിടിക്കും. അതിൽ നിന്ന് അവൻ സ്ഥിരം ബേക്കൺ എന്നൊരു സ്കൂളിനടുത്ത് പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. ഉറപ്പൊന്നുമില്ലെങ്കിലും അതായിരിക്കും അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് കരുതിയിട്ട് സിയയും സംഘവും അങ്ങോട്ട് പോകും. കാറിലിരുന്ന് ബംഗൂള് തിരുതിരാദേവി വഴികാട്ടെന്നും പറഞ്ഞ് നോക്കുമ്പം മതിലിന്റെ മണ്ടയ്ക്കൊരു തല കാണും. അവനെ കണ്ട ബംഗൂള് പിള്ളേരിവിടിരി, ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്യാന്നും പറഞ്ഞിട്ട് സിയയും ഹാജുനെയും കാറിലിരുത്തിയിട്ട് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ ബംഗൂളിന്റെ പോക്ക് കാണുമ്പോഴേ ഇങ്ങനെ ഇത് കുളവാക്കുക എന്നുള്ള കാര്യം ഹാജുവിന് ഉറപ്പായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ ബംഗൂളിന്റെ നിൽപ്പ് കണ്ടതും കൂട്ടുകാരൻ ഓടാ പിള്ളേരെ പിടുത്തക്കാരാ, എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നിന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഓടാൻ തുടങ്ങും. അവന്റെ പേര് മിൻസു എന്നാട്ടോ. മിൻസു ഓടുന്നത് കണ്ട് സിയയും ഹാജുനും പിന്നാലെ ഓടും. ഓടി തുടങ്ങിയപ്പോഴേ ഹാജുൻ അങ്ങ് തളർന്നു പോകും. ഉടനെ ഓടിയ ബംഗൂൾ തിരികെ വന്നിട്ട് അവനെ പിടിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം, അളിയനിപ്പം കൂടെ ഓടി വരാൻ പറയും. സിയ പിന്നാലെ വരുന്നത് കണ്ട മിൻസു, ആഹാ പിള്ളേരെ പിടിക്കാൻ പിള്ളേരെ തന്നെ വിടുന്നോ, നിനക്കൊന്നും ഈ ജന്മം എന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലടി പിള്ളേരെ പിടുത്തക്കാരി എന്നും പണ്ട് അവൻ അവിടെയുള്ള കെട്ടിടങ്ങളുടെ മുകളിലൂടെ ഓടാൻ തുടങ്ങും. എന്നിട്ട് സിയ പിന്നാലെ വരാതിരിക്കാനായിട്ട് ഏണി താഴേക്കിടും. ഉടനെ സിയ, അവൾ ലോങ് ജമ്പ് എക്സ്പേർട്ട് അല്ലേ, പിന്നെ ഒന്നും നോക്കത്തില്ല, അവൾ ജമ്പ് ചെയ്യും. ഇത് താഴെ നിന്ന് ബംഗൂള് കണ്ടിട്ട് ഡേ അളി അത് സിയ തന്നെയാണോ അതോ വല്ല പക്ഷിയും പറന്നു പോയതാണോ എന്ന് ഹാജുവിനോട് ചോദിക്കും. സിയ ചാടി വന്നത് കണ്ട മിൻസു അവിടെ ഇരിക്കുന്ന ഒരു വടി എടുത്തിട്ട്, എന്നെ പിടിക്കാൻ വന്നാൽ സത്യമായിട്ട് ഞാൻ അടിക്കും, ഞാൻ ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്, അടിക്കാൻ നേരം ആണാണോ പെണ്ണാണോ മുന്നിലെന്ന് നോക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വടി വീശുമ്പോഴാണ് അവിടുത്തെ വാതിൽ തുറന്ന് ഹാജുവും വരുന്നത്. ആ വാതില് മിൻസുവിന്റെ മുഖത്തടിച്ചിട്ട് അവൻ താഴെ വീഴും. വീണ്ടും അവിടുന്ന് മിൻസു എഴുന്നേറ്റ് വരുമ്പോഴാണ് വാതിലും തുറന്ന് വീണ്ടും ബംഗൂള് വരുന്നത്. ആ ഇടിയും കൊണ്ട് വീണ്ടും മിൻസു താഴോട്ട് വീഴും. ഉടനെ ബിങ്കൂള് അവന്റെ അടുത്ത് ചെന്നിട്ട്, സത്യമായിട്ട് ഞാനൊരു പിള്ളേരെ പിടുത്തക്കാരനല്ല, ഇനി ഞാനൊരു പിള്ളേരെ പിടുത്തക്കാരനായാലും നിന്നെ ഞാൻ ഒരിക്കലും പിടിക്കത്തില്ലെന്ന് പറയും. ഇവര് ഹിയൂങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പം മിൻസുവിന് ആകെയുള്ളൊരു ഫ്രണ്ടാണ് ഹിയൂങ്. വളരെ യാദൃശ്ചികമായിട്ട് ഒരു ഡിസ്കോഡ് ഗ്രൂപ്പിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. സിയ പറയുമ്പോഴാണ് ഹിയൂങ് മരിച്ച കാര്യം സത്യമാണെന്ന് മിൻസുവിന് മനസ്സിലാവുന്നത്. ഗിരിഗോ ആപ്പിനെ കുറിച്ച് ഹിയൂങ്ങും മിൻസും ഒക്കെ കേൾക്കുന്നത് ഡിസ്കോഡിലെ വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ്. അതിൽ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഉണ്ടായിരുന്നു. മിൻസുവിന്റെ ഫോൺ വാങ്ങി നോക്കുമ്പം ഇപ്പം ആ പോസ്റ്റ് ഗ്രൂപ്പിൽ കാണാനില്ല. എന്തൊക്കെയോ റൂൾ വയലേഷൻസ് കാരണം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിപ്പോയി. പോസ്റ്റ് രണ്ട് പെൺകുട്ടികളെ കുറിച്ചായിരുന്നു, സിവോണും റിയൂങ്ങും. രണ്ടുപേരും പഠിച്ചിരുന്നത് ഇപ്പം സിയയും കൂട്ടുകാരും പഠിക്കുന്നില്ലേ അതേ സ്കൂളിലായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും മിൻസുവിന് ഓർമ്മയില്ല. അവൻ ഗിരിഗോ ആപ്പൊന്നും ഇൻസ്റ്റാളും ചെയ്തിട്ടില്ല. പെൺകുട്ടികളെ കുറിച്ചായോണ്ടും നേരത്തെ അവനും ആ സ്കൂളിൽ പഠിച്ചതായോണ്ടും അവരുടെ പേരവൻ ഓർത്തിരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ പോസ്റ്റ് ഹിയൂങ്ങിന്റെ ലാപ്ടോപ്പിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അവൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോയുണ്ട്, സിവോണും റിയൂങ്ങും. റിയൂങ്ങിന്റെ അമ്മ ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു. അങ്ങനെ ദുർമന്ത്രവാദം ചെയ്തിട്ടാണ് റിയൂങ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മിൻസു പറയും. കൃത്യമായിട്ട് ഇവരുടെ അഡ്രസ്സ് അറിയത്തില്ലെങ്കിലും താമസിക്കുന്ന സ്ഥലം ഏകദേശം ഒരു ധാരണയുണ്ട്. അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്.
അറിഞ്ഞ കാര്യങ്ങൾ അവർ ഹെസ്റ്റലിനെ വിളിച്ചു പറയും. ഫോട്ടോയിൽ കണ്ട പെൺകുട്ടികളെ തന്നെയാണോ സിയ സ്വപ്നത്തിലും കണ്ടതെന്ന് ചോദിക്കുമ്പം സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടികളുടെ മുഖം സിയയ്ക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഒരു മിന്നായം പോലെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ രൂപത്തെ. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം മിൻസു പറഞ്ഞ പോലെ ആ സ്ഥലത്ത് പോയി ഈ പെൺകുട്ടികളെ കുറിച്ച് തിരക്കുക എന്നുള്ളതാണ്. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞതും ഹെസ്റ്റലിന് ഒരു അദൃശ്യ ശക്തി അവളുടെ വീടിന് വെളിയിൽ വന്ന് നിൽക്കുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആദ്യം ആരോടും തിരക്കാതെ വീട് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ബംഗൂള് പറഞ്ഞു കൊടുക്കും. പൊതുവെ മന്ത്രവാദികൾ അതിപ്പോൾ നല്ലവരാണേലും ചീത്തയാണേലും ഒരു കൊടി അവരുടെ മുമ്പിൽ നല്ല പൊക്കത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരെവിടൊക്കെ നോക്കിയിട്ടും അങ്ങനെ ഒരു കൊടി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തപ്പി തപ്പി ഒടുവിൽ അവർ രാത്രിയാകുമ്പം ഒരു മുത്തശ്ശിയുടെ കടയിലെത്തും. ഇനി ആരോടെങ്കിലും ചോദിക്കാന്ന് സിയ പറയുമ്പം ബംഗൂള് ആ കടയിൽ കയറി ഇവിടെ അടുത്ത് ഏതെങ്കിലും മന്ത്രവാദിനി താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനൊരു മന്ത്രവാദിനി ഈ മുത്തശ്ശിക്കും അറിയാം. പക്ഷെ ഇപ്പൊ ആ സ്ത്രീ ജീവനോടില്ല. 3-4 വർഷമായി അവർ മരിച്ചിട്ട്. ഒരു മോളും ഉണ്ടായിരുന്നു. ആ കുട്ടിയും സ്വയം മരിച്ചത്. അതെന്തിനായിരുന്നെന്നും ആർക്കും അറിയത്തില്ല. ഉടനെ ബംഗൂള് കുട്ടിയുടെ പേര് റിയൂങ് എന്നാണെന്ന് ചോദിക്കും. റിയൂങ് അവളുടെ കൂട്ടുകാരിയായിരുന്നു. മന്ത്രവാദിനിയുടെ മോളുടെ പേര് സിവോൺ എന്നാന്ന് മുത്തശ്ശി പറയും. ഹാജൂൻ ഫോട്ടോ കാണിക്കുമ്പം സിവോണിനെയും റിയൂങ്ങിനെയും മുത്തശ്ശി കാണിച്ചു കൊടുക്കും. ബംഗൂള് മുത്തശ്ശിയുടെ കടയിൽ നിന്ന് ഒരു വലിയ പാക്കറ്റ് ഉപ്പുപൊടി എടുത്തോളാം സിയോട് പറയും. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞ വഴിയിലൂടെ സിവോന്റെ വീട്ടിലേക്ക് ചെല്ലും. ബംഗൂള് പറഞ്ഞ പോലെ കൊടിയൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം ബംഗൂള് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറും. എന്നിട്ട് അവിടെ ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കോമ്പസിലൂടെ നോക്കും. പേടിക്കാനൊന്നുമില്ല. അവിടൊക്കെ കുറെ ബുദ്ധപ്രതിമകളൊക്കെ അങ്ങും ഇങ്ങുമായിട്ട് കിടക്കുന്നുണ്ട്. ഇവര് വീടിനകത്തേക്ക് കയറാൻ പോയതും കോമ്പസ് അനങ്ങാൻ തുടങ്ങും. അതിനർത്ഥം അവിടെ പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഉടനെ ബംഗൂള് സിയെയും ഹാജുനെയും ചേർത്ത് നിർത്തിയിട്ട് അവന്റെ മാന്ത്രിക കത്തി കൊണ്ട് അവർക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കും. എന്നിട്ട് വാങ്ങിയ ഉപ്പ് കട്ടിക്ക് നല്ല വട്ടത്തിൽ അവിടെ എല്ലാം ഇടും. ഹാജുവിന് സിയെ ഇഷ്ടമാണെന്ന് ബംഗൂളിന് മനസ്സിലായിരുന്നു. ഈ ഒരു അവസരത്തിൽ അവളോടൊന്ന് മനസ്സ് തുറന്നോളാൻ ബംഗൂള് സിയ കാണാതെ ഹാജുവിന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബംഗൂള് രണ്ടുപേരോടുമായിട്ട് ഞാൻ കരയുന്നത് കേട്ടാലോ 10 മിനിറ്റകം തിരികെ വന്നില്ലെങ്കിലോ പിന്നൊന്നും നോക്കരുത്, വേഗം ഓടി കാറിൽ പോയിരിക്കണം. ഓടുമ്പം ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാനും പാടില്ല. കാറ് ലോക്ക് ചെയ്തിട്ട് ഹെസ്റ്റലിനെ വിളിച്ച് കാര്യം പറയാൻ വേണം. അതുമല്ല രാത്രി വണ്ടി ഓടിക്കാനും നിൽക്കരുത്. 10 മിനിറ്റ് വരെ ഈ വട്ടത്തിനകത്ത് തന്നെ നിൽക്കണം. ഇതിന് പുറത്തിറങ്ങാനും പാടില്ലെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇതിനിടെ അയ്യോ പ്രയോഗമെന്ന് പറഞ്ഞ് പിള്ളേരെ ഒന്ന് പേടിപ്പിക്കും. അവര് നിലവിളിക്കുമ്പം എന്തേലും പ്രശ്നമുണ്ടായാൽ ഇതുപോലെ നിലവിളിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് ബംഗൂള് അകത്തേക്ക് പോകും. എനിക്ക് സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബംഗൂളിനെ കേട്ടോ. ബംഗൂള് വീടിനകത്ത് കയറി പരിശോധിക്കുമ്പം ഭിത്തിക്കുള്ളിൽ ചെറിയൊരു മുറി കാണും. അതൊരു പൂജാമുറിയാ. അതിനകത്ത് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന രൂപങ്ങളൊക്കെ ബംഗൂള് കാണും. അവൻ അതിന്റെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. പുറത്തു നിൽക്കുന്ന സിയ നോക്കുമ്പം ഇരുട്ടത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്ന കാണും. ഉടനെ സിയ ഹിപ്നോട്ടൈസ്ഡ് ആയതുപോലെ ആ പെൺകുട്ടിയുടെ പിന്നാലെ പോകും. ഇത് കണ്ട് ഹാജുവിനും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനും സിയയ്ക്ക് പിന്നാലെ പോകും. ഹാജുവിന് സിയ കാണുന്ന പോലെ ആ പെൺകുട്ടിയെ കാണാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ പ്രേതം സിയയ്ക്ക് നിലത്ത് കിടക്കുന്ന ഒരു യൂണിഫോമും ഫോട്ടോയും കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും അകത്ത് നിൽക്കുന്ന ബംഗൂളിന്റെ കയ്യിലെ കോമ്പസ് വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. ഉടനെ ബംഗൂള് പുറത്തു വന്ന് നോക്കുമ്പം അവിടേക്ക് സിയയും ഹാജുനും ഓടി വരും. എന്നിട്ട് സിയ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടി ഇവിടെയും വന്ന് യൂണിഫോമും ഫോട്ടോയും കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തെന്ന് പറയും. അവരെടുത്ത ഫോട്ടോകളെല്ലാം അവർ ഹെസ്റ്റലിന് അയച്ചു കൊടുക്കും. ഹെസ്റ്റലിന്റെ അഭിപ്രായത്തിൽ സിയയ്ക്ക് യൂണിഫോമും ഫോട്ടോയും കാണിച്ചു കൊടുത്തത് മന്ത്രവാദിനിയുടെ മോളായ സിവോൺ ആയിരിക്കും. പ്രതികാരത്തിനായിട്ട് നടക്കുന്നത് സിവോന്റെ കൂട്ടുകാരി റിയൂങ് ആയിരിക്കും. അവളാണ് എല്ലാരെയും കൊല്ലുന്നത്. ഇനി ചെയ്യേണ്ടത് റിയൂങ് ഗിരിഗോ ആപ്പ് ഉണ്ടാക്കിയ ആ ചുമന്ന ഫോൺ ഉണ്ടല്ലോ, അതെവിടാന്ന് കണ്ടുപിടിക്കണം. അതറിയാനായിട്ട് ഹിയൂങ്ങിനൊരു ഐഡിയ തോന്നും. ഗിരിഗോ ആപ്പിന്റെ GPS ഡേറ്റ നോക്കിയാൽ ഓരോ വീഡിയോയും എവിടുന്ന് എടുത്തതെന്ന് ലൊക്കേഷൻ കാണിക്കും. മിക്കവാറും ഗിരിഗോ ആപ്പിലെ ആദ്യത്തെ വീഡിയോ റിയൂങ്ങിന്റെ ആയിരിക്കും. അത് ഗിരിഗോ ആപ്പിൽ കണ്ടാൽ അതെടുത്ത ലൊക്കേഷൻ കണ്ടെത്താനും എളുപ്പമാണ്. പക്ഷേ ഗിരിഗോ ആപ്പിന്റെ സെർവറിൽ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. എന്നാൽ ഈ ലോഗിൻ തന്നെ ഇവരുടെ സ്കൂളിലും ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് സിഐക്ക് ഓർമ്മ വരും. അതിനർത്ഥം സ്കൂളിലെ കമ്പ്യൂട്ടറിലും മിക്കവാറും ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസും കാണും. മാത്രമല്ല ഇവരുടെ സ്കൂളിൽ തന്നെ ആയിരുന്നല്ലോ റിയൂങ്ങും സിവോണും പഠിച്ചത്. അതുകൊണ്ടുകൂടി ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് സിയൂങ്ങിന്റെയോ റിവോണിന്റെയോ എന്തെങ്കിലും കാര്യങ്ങൾ ആ സ്കൂൾ റെക്കോർഡിൽ നിന്ന് കിട്ടുകയും ചെയ്യും. സ്കൂളിലെത്തിയ സിയയോട് നേരത്തെ സിവോന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോ കാണിച്ചിട്ട് ഇതിലേത് പെൺകുട്ടിയാണ് നിന്നെ സഹായിക്കാൻ ശ്രമിച്ചതെന്ന് ഹാജു ചോദിക്കും. സിയയ്ക്കാണെങ്കിലും മുഖം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഒരു പ്രേതത്തെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, ചിലപ്പം സഹായിക്കുവാണെന്ന രീതിയിൽ ഉപദ്രവിക്കാനായിരിക്കും പ്ലാൻ എന്ന് ബംഗൂള് മുന്നറിയിപ്പ് കൊടുക്കും. ബംഗൂളിനെ കാറിലിരുത്തിയിട്ട് സിയയും ഹാജുനും കൂടിയാണ് സ്കൂളിനകത്തേക്ക് കയറുന്നത്. കോച്ചിന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും സിയയ്ക്ക് അറിയാം. അത് വെച്ച് അവർ സ്കൂളിലെ റെക്കോർഡ് ചെക്ക് ചെയ്യും.
അപ്പോഴാണ് യൂത്ത് ആപ്പ് ഡെവലപ്മെന്റ് കോൺടെസ്റ്റിനായിട്ട് ഈ സ്കൂളിൽ 4 കുട്ടികൾ ചേർന്നുണ്ടാക്കിയ ഗിരിഗോ ആപ്പിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഇപ്പോഴും ആളുകൾ ഗിരിഗോ ആപ്പിനോട് വിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇതിലും സേവ് ആവുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് നാരിയുടെ വിഷ് വീഡിയോയും കിട്ടും. പ്ലേ ചെയ്ത് നോക്കുമ്പം അവൾ 2 പേര് മരിക്കണമെന്നാണ് വിഷ് ചെയ്തേക്കുന്നത്. ഒന്ന് ഹിയൂങ്ങും മറ്റൊന്ന് അവളുടെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ഡോങ്ജായിയും. ഇവർ 2 പേരും മരിക്കണമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയുടെ സമയം വെച്ച് നോക്കുമ്പം നാരിയുടെ ആഗ്രഹം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവളിപ്പം ജീവനോടുണ്ട്. അന്നേരമാണ് സ്കൂളിലേക്ക് ജിയോണും നാരിയും ആരും അറിയാതെ വരുന്നത്. ഇനിയാണ് നാരിയുടെ കഥ എന്തോന്ന് കാണിക്കുന്നത്. ജിയോങ് ആപ്പിന്റെ ലിങ്ക് കൊടുത്ത അന്ന് രാത്രി നാരി അവളുടെ 2 ഫ്രണ്ട്സിനെ കാണാനായിട്ട് പബ്ബിലേക്ക് പോയായിരുന്നല്ലോ. ഈ 2 പേരും നാരിയെക്കാളിൽ 4-5 വയസ്സിന് മൂത്തതാ. നേരത്തെ നാരി മരിക്കണമെന്ന് ആഗ്രഹിച്ച ഡോങ്ജായും പിന്നെ ഹീജിനും. ഇവർ 2 പേരും നേരത്തെ നാരിയുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും. അവിടെ വെച്ചാണ് നാരി ജിയുന്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എൻ്റെ കാമുകനെന്ന് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഡോങ്ജായിക്ക് ജിയോനെ അത്ര ഇഷ്ടപ്പെടത്തില്ല. അവൻ നാരിയോട് നിനക്ക് ഞാനാ ചേരുന്നേ, ഇതൊരുമാതിരി കൊക്ക് പോലൊരു ചെറുക്കനെന്നൊക്കെ പറഞ്ഞിട്ട് ജിയോനെ കുറ്റം പറയും. അന്നേരമാണ് ആ കൂട്ടത്തിലെ ഹിയോങ്ങിനെ നോക്കിയിട്ട് ഹീജിൻ ഇതാണോ നിന്റെ പൊട്ടൻ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നത്. അത് കേട്ടത് നാരി അവൻ ഇന്നലെ വരെ പൊട്ടനായിരുന്നു, ഇന്ന് രാവിലെ റിസൾട്ട് വന്നപ്പോൾ മുതൽ അവൻ ഹീറോയായി, ജയിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവനാണിപ്പം സ്കൂളിലെ 2ാമത്തെ പഠിപ്പിയെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ ഗിരിഗോ ആപ്പിന്റെ കഥ കൂടെ നാരി അവരോട് പറയും. പക്ഷേ ഗിരിഗോ ആപ്പിനെ കുറിച്ച് കേട്ടതും ഡോങ്ചായുടെയും ഹീജിനിന്റെയും മുഖം മാറും. അതിനാരി ശ്രദ്ധിക്കുമ്പം ഡോങ്ചായി അവനാണ് ഗിരിഗോ ആപ്പിന്റെ ഐഡിയ കൊടുത്തത്, നീ എന്താഗ്രഹിച്ചാലും ഗിരിഗോ ആപ്പ് അത് സാധിച്ചു തരും, പക്ഷെ അതിന് പകരം നീ മരിക്കേണ്ടി വരുമെന്ന് പറയും. എന്നാൽ ഹീജിൻ അവൻ കൂടുതലായിട്ടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി നാരിയുടെ മുഖം മാറിയതും ഡോങ്ചായി അവളെ അയ്യേ ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടിയായിരുന്നു നീ എന്ന് പറഞ്ഞ് കളിയാക്കും. അന്നേരവും ഹീജിൻ നിർത്താൻ പറഞ്ഞ് ബഹളം വെക്കുമ്പം ഡോങ്ചായി നിനക്കറിയത്തില്ലേ ഈ ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ സിവോണും റിയോങ്ങും മരിച്ചത്, നമ്മൾ കണ്ടതല്ലേ, നീ മറന്നോ, അതിനകത്ത് പാവം നമ്മുടെ ഹാൻഗിയും പെട്ടുപോയതല്ലേ എന്ന് ചോദിക്കുന്നത്. ഇവരീ പറയുന്നുവെന്ന് നാരിക്ക് മനസ്സിലാവത്തില്ലേലും അവൾ ബോധമില്ലാതെ ഈ ആപ്പിനോട് ആഗ്രഹം പറഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞാൽ പറയുന്നവർ മരിക്കുമെന്നല്ലയോ നീ പറഞ്ഞത്, ഞാൻ മരിക്കാൻ റെഡിയാണെന്നും പണ്ട് അവൾ ഗിരിഗോ ആപ്പിനോട് എനിക്ക് 2 പേര് മരിക്കണമെന്നാണ് ആഗ്രഹം, ഒന്ന് ഹിയോങ്, രണ്ടാമത്തേത് ഇവിടെ നിന്ന് എന്നെ കളിയാക്കുന്ന ഈ ഡോങ്ചായി. നാരി അത് പറഞ്ഞതും ഹീജിൻ പെട്ടെന്ന് ഫോൺ തട്ടിക്കളയും. പിറ്റേന്ന് രാവിലെ തലേന്നത്തെ ഹാങ് ഓവർ കാരണം താമസിച്ചാണ് നാരി എഴുന്നേക്കുന്നത്. അതുകൊണ്ട് സ്കൂളിലെത്തുമ്പോഴും ഒരുപാട് താമസിക്കും. അപ്പോഴാണ് ഹിയോങ് മരിക്കുന്നത് നാരി നേരിട്ട് കാണുന്നത്. അന്നേരം തലേന്ന് ഗിരിഗോ ആപ്പിനോട് വിഷ് ചെയ്ത കാര്യം അവൾക്ക് ഓർമ്മ വരും. പെട്ടെന്ന് ഫോണിൽ ഗിരിഗോ ആപ്പിന്റെ നിന്റെ ആഗ്രഹം സാധിച്ചെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. ഫോണിലെ ടൈമർ ഓൺ ആവും. ടെൻഷനായ നാരി ഡോങ്ചായെ വിളിച്ചു നോക്കും, പക്ഷെ കിട്ടുന്നില്ല. അന്നേരമാണ് അവൾക്ക് ഇൻസ്റ്റയിൽ തുരുതുരാന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇൻസ്റ്റ തുറന്നതും അതിൽ ഡോങ്ചായി മരിച്ചെന്നുള്ള പോസ്റ്റുകൾ നാരി കാണും. പേടിച്ച നാരി ഹീജിനെ വിളിച്ചു നോക്കും. അവളാണേലും ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ബാത്റൂമിൽ തന്നെ ഇരിക്കുമ്പോഴാണ് വാഷ്റൂമിന് പുറത്ത് കുറച്ച് കുട്ടികൾ നാരിയുടെ കുറ്റം പറയുന്നത് അവൾ കേൾക്കുന്നത്. ദേഷ്യം വന്ന നാരി പുറത്തിറങ്ങി നോക്കുമ്പം അവിടെ ഒന്നും ആരുമില്ല. വീണ്ടും നാരി ഹീജിങ്ങിനെ വിളിച്ചു നോക്കുമെങ്കിലും അവൾ വീണ്ടും ഫോൺ എടുക്കുന്നില്ല. നേരെ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് സിയ ജിയൂണിനോട് ട്രെയിനിങ് ക്യാൻസലായി, നിന്റെ ഫോണിൽ ടൈമർ എന്തെങ്കിലും ഓൺ ആയോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട നാരിക്ക് ഡോങ്ചായി പറഞ്ഞ പോലെ ആപ്പിലാക്കുക എന്നുള്ള കാര്യം ഉറപ്പായി. അവളും പെട്ടുപോയി. അതിൻ്റെ കൂടെ നാരിയും ജിയൂണും ഒരുമിച്ചുള്ള വീഡിയോയും കൂടെ കണ്ടതോടെ നാരിക്ക് മൊത്തത്തിൽ കിളിപോയി. അതാണ് അവൾ വായിൽ തോന്നിയതൊക്കെ സിയെ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് നാരി നേരെ പോകുന്നത് ഹീജിനിന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഗിരിഗോ ആപ്പിനെ കുറിച്ചുള്ള സത്യം തുറന്നു പറയാൻ അവളോട് പറയും. ഹീജിനും ഡോങ്ജായും പിന്നെ സിവോണും ഹാങ്കിയും ചേർന്നിട്ടാണ് ഗിരിഗോ ആപ്പ് ഉണ്ടാക്കിയത്. ഇവർ 3 പേരും ചുമ്മാ ആളായിട്ട് നിന്നതേ ഉള്ളൂ. പക്ഷെ സിവോണാണ് ആപ്പ് ഉണ്ടാക്കിയത്. സിവോൺ ആപ്പ് ഉണ്ടാക്കിയിട്ട് അവളുടെ കൂട്ടുകാരി റിയോങ്ങിന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ആ ആപ്പ് വഴി അയച്ചു കൊടുക്കും. എന്നിട്ട് റിയോങ്ങിനെ സ്കൂളിലെ എല്ലാ പിള്ളേരുടെ മുന്നിൽ നാണം കെടുത്തി. അതിൽ സങ്കടം വന്ന് റിയോങ് സ്വയം മരിച്ചു. പിന്നാലെ സിവോണും ഹാങ്കിയും ഇല്ലാതായി. ഹാങ്കി എന്തിനാ മരിച്ചെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. പക്ഷേ ഗിരിഗോ ആപ്പ് ആളുകളെ കൊല്ലുമെന്നൊന്നും ഹീജിനും കരുതിയിട്ടില്ല. ആപ്പിന്റെ ടൈമറിനെ കുറിച്ചും ഹീജിൻ അറിയത്തില്ല. അവിടെ നമ്മൾ നേരെ പോകുന്നത് സിയ പറഞ്ഞ പോലെ സിയയുടെ ഫ്ലാറ്റിലേക്കാണ്. അന്നേരമാണ് ജിയോണിന് നേരെ ഒരു പെൺകുട്ടിയുടെ പ്രേതം വരുന്നത് നാരി കാണുന്നത്. അതാണ് നാരി വീഡിയോ എടുത്തത്. ആ പെൺകുട്ടിയുടെ പ്രേതത്തെ നാരിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് നാരി സിയയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്ന നാരിക്ക് അവിടെ നിന്നും ജിയോന്റെ ഫോൺ കിട്ടും. പക്ഷേ പെട്ടെന്ന് അതിലെ ടൈമർ ഓഫ് ആവും. അതിൽ മാത്രമല്ല നാരിയുടെ ടൈമർ ഓഫായി. അതെങ്ങനെയാന്ന് നാരിക്ക് മനസ്സിലാവത്തില്ല. അവൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലും.
അപ്പോഴാണ് സിയയുടെ ആന്റി അത്ഭുതം പോലെ ജിയൂൺ ഓക്കെ ആയ കാര്യം പറയുന്നത്. അത് കേട്ട് അവൾ നേരെ സിയയുടെ റൂമിലേക്ക് പോകുമ്പം ആ ടൈമർ ഓഫ് ആയത് എങ്ങനെയാണെന്ന് ചിന്തിക്കും. ഒരാളുടെ ടൈമർ റൺ ആകുന്ന സമയം വേറെ ആരെങ്കിലും വിഷ് ചെയ്താൽ നേരത്തെ റണ്ണായ ടൈമർ സ്റ്റോപ്പ് ആയിട്ട് പുതിയ ആളുടെ ടൈമർ ഓൺ ആവും. ഹിയോങ്ങിന്റെ ടൈമർ ഓഫ് ആകാത്തത് നാരി അവൻ മരിക്കണമെന്നും കൂടെ വിഷ് ചെയ്തുകൊണ്ടാണ്. ജിയോന്റെ ടൈമർ ഓഫ് ആകാൻ കാരണം സിയ ഗിരിഗോ ആപ്പിൽ അവൻ ഓക്കെ ആകാൻ വിഷ് ചെയ്തു. നാരിയുടെ ടൈമർ ഓഫ് ആവാൻ കാരണം സിയ ജിയോണിന് വേണ്ടി വിഷ് ചെയ്തപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന നാരിയുടെ ടൈമർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ഇതൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ച നാരിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും മനസ്സിലാവും. ഗിരിഗോ ആപ്പിന്റെ ശാപം മാറാനായിട്ട് നമ്മളുടെ ടൈമർ ഓൺ ആയ ശേഷം വേറെ ആരെയും ഗിരിഗോ ആപ്പിനോട് വിഷ് ചെയ്താൽ നമ്മുടെ നേരെയുള്ള ശാപം അയാൾക്കാവും. അയാളുടെ ടൈം ഓഫ് ആവുന്നത് വരെ ആരെങ്കിലും വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മരിക്കും. നാരി ഇത് പറയാനായിട്ട് സിയെ വിളിക്കും. പക്ഷെ അവളെ കിട്ടുന്നില്ല. പിന്നാലെ ഹാജുവിനെ വിളിക്കും. അവനാണെങ്കിൽ ഈ സമയം സിയയ്ക്കൊപ്പമായിരുന്നല്ലോ. ആ ടെൻഷനിൽ ഹാജുവിനും ഫോൺ എടുക്കത്തില്ല. നാരിക്ക് സിയെ ഇപ്പം അപകടത്തിലായോണ്ട് അവളെ രക്ഷിക്കണം. നാരി അത്ര ദുഷ്ടയൊന്നുമല്ല കേട്ടോ. അതിന് അവൾ സിയയ്ക്ക് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി കിട്ടിയിട്ടുണ്ട്, പിന്നെ എനിക്കൊരു തെറ്റും പറ്റി, നമ്മുടെ ഹിയോങ് മരിക്കാൻ ഞാനാ കാരണം എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അത് അയക്കാൻ പോയതും പെട്ടെന്ന് ജിയൂന്റെ ഫോണിൽ സിയയുടെ മെസ്സേജ് വരും. അതിൽ സിയ ടൈമർ സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെങ്കിലും പുതിയതായിട്ട് വിഷ് ചെയ്താൽ മതി, ശാപം അവർക്ക് നേരെയാവും. സിയയ്ക്ക് നാരിയെ ഇഷ്ടമല്ല, അതുകൊണ്ട് നാരിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഗിരിഗോ ആപ്പിൽ അവളെ കൊണ്ട് എന്തെങ്കിലും വിഷ് ചെയ്യിക്കാം, അങ്ങനെ സിയയ്ക്ക് സേഫ് ആവാം, നാരി മരിച്ച ആ ശല്യവും തീരുമെന്നൊക്കെയാണ് സിയ ജിയോൺ അയച്ചേക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന നാരി അവൾ സിയയ്ക്ക് അയക്കാൻ പോയ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് എന്തു വേണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സിയയുടെ ടേബിളിലിരിക്കുന്ന ഇവർ 5 പേരുടെ ഫോട്ടോ നാരി കാണുന്നത്. അത് കണ്ട് നാരിക്ക് വീണ്ടും ഒരു സംശയം തോന്നും. സിയ ഒരിക്കലും സ്വാർത്ഥത കാണിക്കത്തില്ല. നാരിയും കൂട്ടുകാരെല്ലാം സിയയ്ക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. കൺഫ്യൂഷനായിട്ട് ബെഡിൽ കിടന്ന് എന്തായാലും ഇങ്ങനൊരു മെസ്സേജ് സിയ അയക്കത്തില്ല, ഇതിനു പിന്നിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് നാരി അതിനെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുമ്പം ഒരു റെഡ് നൂല് നാരിയുടെ കയ്യിലേക്ക് പറന്നു വീഴും. എന്നിട്ടത് നാരിയുടെ കണ്ണിലൂടെ അവളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറും. അതോടെ നാരിയുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. സിയയും ജിയൂണിനെയും എല്ലാം കൊല്ലണമെന്ന് അവൾക്ക് തോന്നും. അങ്ങനെ നാരി അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. ഉണർന്ന് രാവിലെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ജിയൂൺ അവിടേക്ക് വന്നതും ഫോൺ തപ്പിയതും. നാരി ഫോൺ വാങ്ങിച്ച് പോകാൻ നോക്കുമ്പോഴാണ് ജിയൂൺ അവൻ ഓർമ്മയുള്ള അവനെ ഉപദ്രവിച്ച ആ പെൺകുട്ടിയുടെ പ്രേതത്തെക്കുറിച്ച് പറയുന്നത്. നാരി ഇപ്പം പൊസസ്ഡ് ആണെന്നുള്ള കാര്യം ജിയൂൺ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടി ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അതേ യൂണിഫോമാണ്. അതാരാന്ന് കണ്ടുപിടിക്കാൻ രാത്രി ആരും അറിയാതെ സ്കൂളിലേക്ക് പോയി നമുക്ക് റെക്കോർഡ് തപ്പാൻ കൂടെ ചെല്ലാവോന്ന് ജിയൂൺ ചോദിക്കുന്നത്. അവിടുന്ന് തിരികെ വീട്ടിലെത്തിയ നാരി ജിയൂന്റെ ഫോണിൽ നിന്ന് സിയയ്ക്ക് നാരിയെ കൊടുക്കാതെ മറ്റെന്തെങ്കിലും വഴി നോക്കിയാലോ എന്ന് മെസ്സേജ് അയക്കും. പക്ഷെ സിയയുടെ മറുപടി നാരിയെ അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് നാരിയെ തന്നെ കൊടുക്കാമെന്നാണ്. പൊസസ്ഡ് ആയിട്ടുള്ള നാരി സ്കൂളിൻ്റെ അകത്തേക്ക് കയറിയതും ബംഗൂളിൻ്റെ കയ്യിലെ കോമ്പസ് അനങ്ങാൻ തുടങ്ങും. സ്കൂളിലെ റെക്കോർഡ് പരിശോധിക്കുമ്പം ജിയൂൺ നാരിയോട് നീ എങ്ങനെ പ്രേതം നിന്ന സ്ഥലം കൃത്യമായിട്ട് വീഡിയോ എടുത്തേ, നിനക്കും അതിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ട് നാരി പെട്ടെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഉടനെ ജിയൂൺ നീ എന്നോട് സത്യം പറ, നിന്റെ ജീവനും അപകടത്തിലാണ്, നമുക്ക് സിയയെ കണ്ട് ഇതിനെല്ലാം എന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കാമെന്ന് പറയും. സിയയുടെ പേര് കേട്ടതും നാരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതോടെ വീണ്ടും ഒരു ചുമന്ന നൂല് അന്തരീക്ഷത്തിൽ നിന്ന് പറന്ന് അവളുടെ കയ്യിലൂടെ ശരീരത്തിനകത്തേക്ക് കയറും. ഇതോടെ സമനില തെറ്റിയ നാരി നീയും സിയയും തമ്മിൽ ഇഷ്ടമാണല്ലേ, ഞാനല്ലേ നിന്നെ ആദ്യം സ്നേഹിച്ചത്, അതും പോട്ടെ, ഇന്ന് നിനക്കവള് എന്നെ കൊടുക്കാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇത് കേട്ട ജിയൂൺ സിയ മെസ്സേജ് അയച്ചോ, അതിനൊരു വഴിയില്ലല്ലോ എന്ന് പറയുമ്പം നാരി ഫോൺ എടുത്ത് അവനെ കാണിക്കും. പക്ഷേ ജിയൂൺ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ സിയയുടെ വീട്ടിൽ വന്ന് ജിയൂൺ ഫോൺ നോക്കിയായിരുന്നു. കാണാത്തോണ്ട് അവൻ സിം കമ്പനിയിൽ പോയിട്ട് അതിന്റെ കണക്ഷനും കട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സിയ മെസ്സേജ് അയക്കാൻ യാതൊരു വഴിയില്ല. നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായോ? സിയയെ രക്ഷിക്കാനായിട്ട് നാരി അവൾക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രേതം നാരിയെ ട്രിക്ക് ചെയ്ത് അവള് അപ്സെറ്റ് ആയതുകൊണ്ട് പ്രേതത്തിന് ഈസി ആയിട്ട് അവളെ പൊസസ് ചെയ്യാനും പറ്റി. നാരി ഞാനാണ് ഹിയോങ് മരിക്കാൻ ആഗ്രഹിച്ചത്, നിന്നെ എല്ലാം ഞാൻ കൊല്ലും, രക്ഷപ്പെടാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് നാരി ഇങ്ങനെ വേദന കൊണ്ട് കുനിഞ്ഞതും എന്തു പറ്റിയെന്നും ചോദിച്ച് ജിയൂൺ അവളുടെ അടുത്തേക്ക് ചെല്ലും. ഉടനെ നാരി അവിടെ ഇരിക്കുന്ന കത്രിക എടുത്തിട്ട് ജിയൂണിനെ കുത്തും. എന്നിട്ട് ഇനി എന്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞിട്ട് നാരി ഓടും. നാരി പൊസസ്ഡ് ആണെന്ന് ജിയൂണിന് മനസ്സിലാവും. നാരിയുടെ ഉള്ളിലുള്ള പ്രേതത്തെ നേരിട്ട് കണ്ട ജിയൂൺ അവിടെ നിന്നിറങ്ങി ഓടാൻ നോക്കും. നാരിയുടെ ശരീരത്തിൽ കയറിയ പ്രേതം ജിയൂണിനെ കൊല്ലാനായിട്ട് മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് അവന്റെയും കഴുത്ത് മുറിച്ച് കൊല്ലാൻ നോക്കുമ്പം
പ്രേതത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ബംഗൂൾ അവിടെത്തി അവന്റെ മാന്ത്രിക കത്തി ജിയൂണിന് നേരെ എറിഞ്ഞിട്ട് ഗ്ലാസ് ഡോറും പൊളിച്ച് അവന്റെ അടുത്തേക്ക് വരും. ഉടനെ താഴെ വീണ ഗ്ലാസിന്റെ ചില്ലുകൾ പ്രേതം ബംഗൂളിന് നേരെ തെറിപ്പിക്കും. അത് വീഴുന്നത് ബംഗൂളിന്റെ കണ്ണിലാണ്. ഇതൊന്നും അറിയാതെ സിയയും ഹാജുനും കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ.